അപ്പോൾ എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ ഇഞ്ഞിലക്കുടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ എയർലൈനിനെ പറ്റി അറിയണത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. ഞാൻ BBA ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ വഴിയാണ് ഞാൻ അറിയണത് എയർലൈൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവനും പിന്നെ അവൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടിയാണ്, ഞങ്ങൾ മൂന്നിനും കൂടിയാണ് വന്നത്. അവർ ഡിപ്ലോമയാണ് ചെയ്തത്. ഞാനിവിടെ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് 1 ഇയർ കോഴ്സ് ചെയ്തത്. അവർ 6 മന്ത്സ് കഴിയുമ്പോൾ അവർ പോയി, ഞാൻ 1 ഇയർ കോഴ്സ് ചെയ്തു. ഞാനിപ്പോൾ MRFൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആണ് വന്നിരിക്കണത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു MRFൻ്റെ ഇൻ്റർവ്യൂ. എനിക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയി തന്നെ പറയാൻ പറ്റിയതാണ് എനിക്ക് തോന്നിയത്. ഞാൻ മുന്നേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. അതിലെനിക്ക് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എയർലൈനിൽ നിന്ന് കിട്ടിയ നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ അത്യാവശ്യം നന്നായി കോൺഫിഡൻ്റായി പറയാൻ തന്നെ പറ്റിയത്. എയർലൈൻ്റെ പ്ലേസ്മെൻറ്റ് നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ടത്, നമ്മുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. അവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ല കോൺഫിഡൻസോടെ തന്നെ പോയത് MRFൻ്റെ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും ഇവിടെ നമ്മളെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് മാർക്ക് കിട്ടിയത് എയർലൈനിൽ വന്നപ്പോഴാണ്. വിന്യതൻസും ജസറ മാമും അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഓവറോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അത്യാവശ്യം ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായി തന്നെ പറഞ്ഞു. ഇപ്പോൾ MRFൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പറയാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു. എനിക്ക് വലിയ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ടെങ്കിലും പക്ഷേ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ കോൺഫിഡൻസ് എനിക്ക് അത്യാവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ ഞാൻ പെർഫോം ചെയ്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.